അമ്മേ, അത് പിന്നെ ഹോം നഴ്സിനെ വേണമെന്ന് അമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. ഹോം നഴ്സിന് വെക്കുന്നത് ഗോപിയേട്ടനെ നോക്കുന്നതിനല്ല മോനെ, തീർക്കുന്നതിനാ. വീണ്ടും അതേ മ്യൂസിക്. ഇത് അയ്യോ, വിശാൽ ഓഫീസിലേക്ക് പോയി. ഒരുപക്ഷെ അവന്റെ റൂമിൽ നിന്നായിരിക്കോ? പോവാനാ പറഞ്ഞത്. സംശയം തോന്നിയിട്ടാ ഞാൻ വന്ന് നോക്കിയത്. അവളിത് ആവർത്തിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. മനസ്സിലായില്ലേ? അയ്യോ, എവിടുന്നാ ഈ മ്യൂസിക് കേൾക്കുന്നത്? അതിവിടെ എവിടെയും കാണുന്നുമില്ലല്ലോ. അയ്യോ, ഈ മ്യൂസിക് കേൾക്കുമ്പോ പേടിയാവും എനിക്ക്. അയ്യോ, ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയെ കാണാൻ മുറിയിലേക്ക് വരായിരുന്നു. എന്താ പാർവതി വിശേഷിച്ച്? ദേ, ഈ പെട്ടി ഞാൻ ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വന്നതാ. ഇത് വിശാലിന് സമ്മാനമായിട്ട് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? പിന്നെന്തിനാ എന്റെ കയ്യില് തരുന്നേ? ഇതെന്താ സമ്മാനപ്പെട്ടിയും കയ്യിൽ വെച്ച് രണ്ടുപേരും കൂടി ഒരു ചർച്ച? ഗാർഗി, ഇത് വിശാലിനെ ഏൽപ്പിക്കാൻ നീയല്ലേ പാർവതിയുടെ കയ്യിൽ കൊടുത്തത്? ദാ, എന്നിട്ടിപ്പൊ എന്നെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക. അതെന്താ പാർവതി, നീ ഇത് വിശാൽ ബ്രോയ്ക്ക് കൊടുത്തില്ലായിരുന്നോ? കൊടുത്തു. ഇത് വിശാൽ സാറ് തിരിച്ചറിയുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കുറച്ചു ദിവസമായിട്ട് അമ്മ എന്തോ തിരഞ്ഞു നടക്കുന്നുണ്ട്. അത് ഇതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അഥവാ ഇതാണെങ്കിൽ ഇത് അമ്മയുടെ കയ്യിൽ കിട്ടിയ ആ നിമിഷം ഇത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അന്ന് അടുക്കളപ്പുറത്ത് വന്ന് അതെവിടെയെന്ന് ചോദിച്ചില്ലേ? അന്ന് ഗാർഗി പറഞ്ഞ പോലെ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത. വിശാൽ സാറിന്റെ മുറിയിലിരുന്ന ഇതമ്മ കണ്ടുപിടിക്കും. നീ ഇത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിന് അറിയോ പാർവതി? ഇല്ല, വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. ഇതെന്ന് പട്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയത് കണ്ടപ്പോഴേ എനിക്കിത് തോന്നിയതാ. ശരിക്കും എന്താ ചെറിയമ്മ ഇത്? ഗായത്രി ചേച്ചിയുടെ മനസ്സായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വിശാൽ സാറ് പറഞ്ഞത് ഗായത്രി അമ്മയുടെ ജീവൻ തന്നെ ഇതെന്നാ. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താ സംഭവം ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയും. പറയാം. ആർക്കും കിട്ടാത്ത ഒരു സമ്മാനം വേണമെന്ന് വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോ
ഗായത്രിയമ്മ കൊടുത്ത സമ്മാനമാ ഈ പെട്ടി. ഇത് തുറക്കുമ്പോ പാട്ടൊക്കെ കേൾക്കും. ഇതിലെന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ഗായത്രിയമ്മയ്ക്ക് ഫോൺ വന്നത്. അതിനുശേഷം പുറത്തുപോയ ഗായത്രിയമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ ഇത് കാരണമാണോ ഗായത്രിയമ്മ മരിച്ചത്? അതൊന്നും എനിക്കറിയില്ല ഗാർഗി. ആണോ ചെറിയമ്മ? ഗായത്രിയമ്മയുടെ മരണവും ഈ പെട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ടെന്ന് പാർവതി പറഞ്ഞില്ലേ? അത് സത്യ. പക്ഷെ സൂത്രങ്ങളല്ല, രഹസ്യങ്ങൾ. അത് വെളിച്ചത്ത് വന്ന പ്രഭാവതിയുടെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം തുറക്കപ്പെടും. ചെറിയമ്മ ഒന്ന് തെളിച്ചു പറയൂ. ഇല്ല മോളെ, അത് പറയേണ്ട ആള് ഞാനല്ല. സമയാവുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെയാവും. അമ്മ തിരയുന്നത് ഇത് തന്നെയാ. അമ്മയ്ക്കിതിനെ നല്ല പേടിയാ. ഇത് തിരഞ്ഞ് അമ്മ കയറാൻ ശ്രമിക്കാത്ത ഒറ്റ മുറിയെ ഈ വീട്ടിലുള്ളൂ. അത് ചെറിയമ്മയുടെ മുറിയാ. അതുകൊണ്ടാ ഞാനിത് ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വന്നത്. ഇത് ഇവിടെ വെച്ചാലും പ്രഭാവതിയുടെ കയ്യിൽ കിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അതെന്താ ചെറിയമ്മ? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ട്. ചെറിയമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ എന്നെ തോന്നിപ്പിച്ചതും ആ ആത്മാവ് തന്നെയാവും. ഇത് ചെറിയമ്മ വെച്ചാ മതി. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. ഒഫീഷ്യൽ ടൂറൊക്കെ കഴിഞ്ഞ് നീ എപ്പോ എത്തി? ഇന്ന് പുലർച്ചെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കയറി ഒന്ന് ഫ്രഷായി നേരെ ഇങ്ങോട്ട് പോന്നു. അല്ല, ഏട്ടൻ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? എങ്ങനെയുണ്ട് പുതിയ ബ്രാഞ്ച് ഓഫീസ്? പുതിയ ലോഗോ ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ചെയ്താൽ എവറിത്തിങ് വിൽ ബി സക്സസ്. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൂട്ടി ഒരു സ്വീകരണം ഒരുക്കായിരുന്നു. ആ അതുപോട്ടെ. അല്ല, വീട്ടിലെന്തുണ്ട് വിശേഷം? അച്ഛന് ഇമ്പ്രൂവ്മെന്റ് എന്തേലും? ഒരു സൈഡിൽ അച്ഛൻ വേഗം പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണമെന്നുള്ള പ്രാർത്ഥനയുണ്ട്. മറ്റൊരു സൈഡിൽ നിന്ന് അച്ഛനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനെ ആരില്ലാതാക്കാൻ ശ്രമിക്കുന്നു? അത് ഉദയനൂർ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അങ്ങനെയാ പാർവതി പറഞ്ഞത്. അച്ഛനെ ആരോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഉദയനൂരമ്മ മനക്കണ്ണിൽ കാണിച്ചു കൊടുത്തത്രേ. എങ്കിലത് സത്യമായിരിക്കും. എന്റെ അനുഭവം ഏട്ടൻ അറിയാലോ. ഏട്ടന് തന്നെ എത്ര അനുഭവങ്ങളുണ്ട്. പാർവതി പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കരുത്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഒരു വശത്ത് അമ്മയും ആന്റിയും, മറുവശത്ത് പാർവതി. ഹു വിൽ ട്രൈ ടു എലിമിനേറ്റ് അവർ ഫാദർ? അത് കണ്ടെത്തണം. അതിന് എനിക്ക് നിന്റെ സഹായം കൂടി വേണം. അമ്മ അവിടെ അച്ഛന്റെ പരിചരണത്തിനായി ഒരു ഹോം നഴ്സിനെ വയ്ക്കണമെന്ന് പറയുന്നു. പക്ഷേ പുറത്തുനിന്ന്
ഒരാളെ പോലും കയറ്റരുതെന്ന് പാർവതി. ഞാൻ പാർവതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ അവൾക്ക് സാധിക്കുന്നില്ല. കാരണം അവൾക്ക് എല്ലാത്തിലും വലുത് ഉദയനൂരമ്മയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഡിസ്പാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. സാർ ഒന്ന് സൈൻ ചെയ്യണം. താങ്ക് യു സർ. അല്ല, ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം വീട്ടിലുണ്ടായിട്ട് ഏട്ടൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നോ? ഏട്ടൻ വീട്ടിലേക്ക് വെക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം. ഏട്ടാ, ഒരു മിനിറ്റ്. ഡാ, നീ ആരെയും എങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? ചേച്ചി തന്നെ. കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങള്? നീ എന്താ അങ്ങനെ പറഞ്ഞത്? കാലൻ അവതരിച്ചിട്ടുണ്ട്. കാലനോ? അതെ ചേച്ചി, അളിയനെ കൊല്ലാനുള്ള കാലം വന്നിട്ടുണ്ട്. ചേച്ചി വിടയ്ക്ക്, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ചേച്ചി, ദേ ചേച്ചി പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ അയച്ച ഹോം നേഴ്സാ. ഇയാള് വീട്ടിൽ നിന്ന് കോട്ടിട്ടുണ്ടെങ്കിൽ പോന്നതാണോ? പേഷ്യന്റിന്റെ അടുത്ത് വരുമ്പോ ഞങ്ങൾ ഹോം നഴ്സുമാരുടെ ഒരു രീതിയാണിത് മാഡം. എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്? 10 വർഷത്തിലേറെയായി മാഡം. ഇയാൾ എത്ര പേഷ്യൻസിന് നോക്കിയിട്ടുണ്ട്? 8 പേരെ. അതിൽ എത്ര പേരിപ്പോ ബാക്കിയുണ്ട്? ആരുമില്ല മാഡം. സൂക്കേട് കാരണം ചത്തതോ അതോ താൻ കൊന്നതോ? അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും. അതല്ലടോ, ശല്യമായി തോന്നുന്ന പേഷ്യൻസിനെ വീട്ടുകാർ എന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന്റെ ഭാഗമായോ എന്നാ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. പ്രതാപ, ഇങ്ങനെ വളച്ചു കെട്ടി ചോദിക്കുന്ന എന്തിനാ? സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം. അതെ, ഞങ്ങൾ ഹോം നഴ്സിനെ ഇവിടെ നിർത്തുന്നത് പേഷ്യൻസിനെ പരിപാലിച്ച് പൂർവാധികം ശക്തിയായിട്ട് എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയൊന്നുമല്ല. ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാ. തന്നെ കൊണ്ടതിന് പറ്റുമോ? അത് മാഡം, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അത് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തരാം. നീ ആവശ്യപ്പെടുന്ന എമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. പറ്റും മാഡം. കാശ് കിട്ടിയാ ഞാൻ എന്തും ചെയ്യും മാഡം. വെരി ഗുഡ്. അപ്പൊ പേഷ്യന്റിനെ അല്ല ആ നേർച്ചക്കോഴിയെ കാണിച്ചിരുമാ. വാ. അളിയാ, സുഖമല്ലേ? ദേ, ഇതാണ് സാധനം. ഗോപിയേട്ടാ, ദേ ഗോപിയേട്ടനെ ഇല്ലാതാക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ദേ, ഇയാളെ ഗോപിയേട്ടനെ കൊല്ലാൻ വന്നതാ. ആരാച്ചാരേ, എങ്ങനെ മരിക്കാനാ ഗോപിയേട്ടന് ഇഷ്ടം? ഡോ, മൂക്കും വായ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പറ്റുമോ തനിക്ക്? പറ്റും മാഡം.
കേട്ടില്ലേ ഗോപിയേട്ട? ഇവന് പറ്റുമെന്ന്. അങ്ങനെ മരിച്ചാ മതിയോ ഗോപിയേട്ടന്? ദേ, ശ്വാസം മുട്ടുമ്പോ കണ്ണുകളൊക്കെ തുറച്ചു വരും. അതൊന്നും കുഴപ്പമില്ലല്ലോ. വേണ്ട ചേച്ചി, ആളിന്റെ മുഖത്തെ പേടിയുണ്ടല്ലേ? അധികം വേദനിപ്പിക്കാതെ കൊന്നാ മതി. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവല്ലേ, എന്റെ സ്വന്തം അളിയൻ അല്ലേ? ഭർത്താവ്, എന്റെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുമ്പോഴും ഇയാളുടെ മനസ്സിലെ കൊല്ലപ്പെട്ട ഗായത്രിയായിരുന്നു. ഇയാള് നല്ലൊരു ഭർത്താവൊന്നുമല്ല. അതുകൊണ്ട് ആ ഒരു പരിഗണന നൽകേണ്ട കാര്യവുമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചേച്ചിയുടെ ഇഷ്ടം. അപ്പൊ അളിയന്റെ കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനമായി. ആ പാർവതിയെ ആരതി ഒഴിഞ്ഞ് വലതുകാലം ഒപ്പിച്ച് ഈ കുടുംബത്തിൽ വാഴിച്ച് എന്തിനായിരുന്നു അളിയാൻ? അതുകൊണ്ടല്ലേ അളിയൻ ഈ അവസ്ഥ വന്നത്. ആ പക്ഷേ ഉണ്ണുന്ന ചോറിന് നന്ദിയുള്ളവൾ അവള്. അളിയന് കാവൽ നിൽക്കാൻ അവൾ അവളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ. പക്ഷെ ചേച്ചി ആരാ മോള്? ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് അവളോട് പറഞ്ഞു. സുശീലേച്ചി കൂടി ചേച്ചിയുടെ സൈഡ് നിന്നതോടെ അളിയന്റെ മരണ വാറന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. പൊഞ്ഞാരും അളിയൻ. അപ്പൊ ഗുഡ് ബൈ അളിയ. ഗുഡ് ബൈ. ഗോപിയേട്ട, ഒരു മിനിറ്റ്. ഗോപിയേട്ടൻ ഉറങ്ങിക്കിടന്നപ്പോ കൊണ്ടുവച്ചതാ. പേടിക്കണ്ട, വേദനിക്കില്ല. ഇത് ഇഞ്ചക്ട് ചെയ്താ മതി. സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളും. ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ്. അങ്ങനെ വിശ്വസിച്ചോളും എല്ലാവരും. മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതൊന്നും ഉണ്ടാവില്ല. അയ്യോ, എന്റെ ഗോപിയേട്ടന്റെ ശരീരം വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗോപിയേട്ട. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ചെകുത്താനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. അല്ലെങ്കിൽ വേണ്ട, ചത്തു കഴിഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാം. വായിച്ചി. ചേച്ചി, ഇപ്പോഴാ ഒരു മനസമാധാനമായത്. അളിയനെ മനസമാധാനത്തോടെ പറഞ്ഞയക്കാൻ പറ്റിയല്ലോ. സമാധാനപ്പെടാൻ വരട്ടെ പ്രതാപ. അത് സൈനൈഡ് അല്ല, സ്ലോ പോയിസൺ ആയിട്ടുള്ള ഒരു മരുന്നാണ്. വക്കീലിനെ ഒന്നുകൂടെ നീ വിളിക്കണം. നീ എന്റെ ഫോണിങ് എടുത്തേ. ചേച്ചി, ലീഗലായിട്ട് മൂവ് ചെയ്ത അളിയന്റെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം ചേച്ചിക്ക് കിട്ടുമെന്നല്ലേ വക്കീല് പറഞ്ഞത്? പക്ഷേ അളിയന്റെ സ്വത്തിൽ മരുമകൾക്കല്ല ഭാര്യയ്ക്കാണ് നിയമപരമായ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച ചിലപ്പോൾ അളിയന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ചേച്ചിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒരു നീക്കം നടത്തി നോക്കിയാലോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഭർത്താവ് മരിച്ചതിന്റെ ദണ്ണത്തില് കണ്ണീരും കൈയുമായി കഴിയുന്ന ഉത്തമ ഭാര്യയുടെ വേഷമായിരിക്കും എനിക്കിനി കുറച്ചു ദിവസത്തേക്ക്. എന്റെ ഗോപിയേട്ടൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോ സ്വത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. ഗോപിയേട്ടന്റെ സ്വത്തല്ല എനിക്ക് വലുത്,
ഗോപിയേട്ടനാണെന്ന് എല്ലാവർക്കും തോന്നണം. എന്റെ പൊന്നോ, ഞാൻ നമിച്ചു ചേച്ചി. തരികിട പണികൾ അറിയാവുന്ന ഒരു ബുദ്ധിരാക്ഷസിയാ എന്റെ ചേച്ചി. ദേ, എന്റെ ചേച്ചിയെ കണ്ടുപഠിച്ച എത്ര വലിയ ശുദ്ധാത്മാക്കളും ഒന്നാന്തരം ക്രിമിനലുകളായി മാറും.